നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിട്ടിയ അവസരം പാഴാക്കാതെ പലിശയും കൂട്ടുപലിശയും ചേർത്ത KB ഗണേഷ് കുമാറിന് കൊടുത്തിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ഇതൊരു കടം വീട്ടിൽ കൂടിയാണ്. അദ്ദേഹം തന്റെ അവസാന നിമിഷങ്ങളിലൊക്കെ തന്നെ അത്രയും വേദന അനുഭവിക്കുന്നതിന്റെ കാര്യങ്ങളിൽ ഒരു കാരണക്കാരൻ ഗണേഷ് കുമാറാണ് എന്നതിന്റെ വേദനയും ദുഃഖവും ദേഷ്യവും ഒക്കെ ഇപ്പോഴും ചാണ്ടി ഉമ്മനിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ പത്തനാപുരത്തെ രാഷ്ട്രീയ ചിത്രം ചൂടുപിടിക്കുന്നു. മന്ത്രി KB ഗണേഷ് കുമാറിനെ സ്വന്തം തട്ടകത്തിൽ വീഴ്ത്താൻ ഉമ്മൻചാണ്ടി വികാരം ആയുധമാക്കുകയാണ് കോൺഗ്രസ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയെ സ്ഥാനാർത്ഥിയായി ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്കിടെ ഗണേഷ് കുമാറിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി ചാണ്ടി ഉമ്മൻ MLA നേരിട്ട് രംഗത്തിറങ്ങിയത് പത്തനാപുരത്ത് പുതിയ രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ്. എന്റെ കുടുംബത്തോട് ഗണേഷ് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. പത്തനാപുരം മാങ്ങോട് ജംഗ്ഷനിൽ നടന്ന UDF പൊതുസമ്മേളനത്തിലാണ് ചാണ്ടി ഉമ്മൻ വികാരാധീനായി സംസാരിച്ചത്. സോളാർ കേസിന് പിന്നിൽ ഗണേഷ് കുമാറും CPM നടത്തിയ ഗൂഢാലോചനയാണെന്ന് ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. R ബാലകൃഷ്ണപിള്ളയെ പിതാവിനെ പോലെയാണ് ഉമ്മൻചാണ്ടി കണ്ടിരുന്നത്. ഗണേഷിന്റെ അമ്മയെ താൻ ആന്റി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൻ ഗണേഷിനെ അത്രമേൽ സ്നേഹിച്ചിട്ടും തിരിച്ച് നീചമായ പ്രവർത്തികളാണ് ഉണ്ടായതെന്ന് ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചു. ഉമ്മൻചാണ്ടിയുടെ CD തേടി ഗണേഷ് കുമാർ കോയമ്പത്തൂരിലേക്കും തമിഴ്നാട്ടിലേക്കും അലഞ്ഞു. എന്നിട്ടും ഒന്നും കിട്ടിയില്ല. സോളാർ കേസിൽ 18 പേജുകൾ ഉള്ള കത്ത് എങ്ങനെ 24 പേജുകളായെന്നും ഉമ്മൻചാണ്ടിയുടെ പേര് എങ്ങനെ അതിൽ വന്നുവെന്നും കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊട്ടാരക്കര കേസും രാഷ്ട്രീയ പോരും സോളാർ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കൂട്ടിച്ചേർക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന പരാതിയിൽ കൊട്ടാരക്കര കോടതിയിൽ നിലനിൽക്കുന്ന കേസ് പത്തനാപുരത്ത് കോൺഗ്രസ് പ്രധാന ആയുധമാക്കും. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന ഉമ്മൻചാണ്ടിയുടെ നിരപരാധിത്വം തെളിയുമെന്നും ചാണ്ടി ഉമ്മൻ ആവർത്തിച്ചു. ഗണേഷ് കുമാറിനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നതിലൂടെ പത്തനാപുരത്തെ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അനുഭാവികൾക്കിടയിൽ വലിയ തരംഗമുണ്ടാകാമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. ചാമക്കാലയ്ക്കായി ചാണ്ടി ഉമ്മൻ കളം നിറയുമ്പോൾ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല സ്ഥാനാർത്ഥിയാകുന്നതോടെ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് നേതൃത്വം കരുതുന്നു. ചാമക്കാലയുടെ പ്രചാരണത്തിന് കരുത്തു പകരാൻ ചാണ്ടി ഉമ്മൻ സജീവമായി പത്തനാപുരത്ത് ഉണ്ടാകുമെന്ന സൂചനയാണ് ഇന്നത്തെ പ്രസംഗത്തിലൂടെ പുറത്തുവരുന്നത്. പത്തനാപുരം പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ അഭിമാന പ്രശ്നം കൂടിയാണ്. മറുഭാഗത്ത് വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഗണേഷ് കുമാറും ശക്തമായി തന്നെ പ്രതിരോധിക്കും. എന്തായാലും ചാണ്ടി ഉമ്മന്റെ വരവോടെ പത്തനാപുരത്ത് മത്സരം സോളാർ കേസിന്റെയും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ചുറ്റുമായി മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല.